എന്തോ പറഞ്ഞാൽ നിങ്ങൾ ഉപദ്രവിച്ചിരുന്നു? ആൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ചിലപ്പോൾ കറിയിൽ ഉപ്പ് കൂടി, അല്ലെങ്കിൽ എരിവ് കൂടി, ചിലപ്പോൾ മീൻകറിയൊക്കെ എടുത്ത് തലയിൽ കൂടെ ഇടുക ആള്. ഒരുപാട് തല്ലും, തലയിലൊക്കെ ഭയങ്കരമായിട്ടിട്ട് അടിക്കും. അങ്ങനെയായിരുന്നു. എന്നാലും നമുക്ക് ഉള്ള വീട് വിറ്റിട്ടാണ് ഇവർക്ക് സ്ത്രീധനം കൊടുത്തത്. നമുക്ക് പോകാനൊരിടമില്ല. എനിക്ക് താഴെ ഒരു അനീത്തിയുണ്ട്. അപവാദം കേട്ടാൽ എനിക്ക് എൻ്റെ അനീത്തിനാരും കൊണ്ടുപോകില്ല. അങ്ങനെ ഒരു അവസ്ഥയും കൂടി ഉണ്ട് എനിക്ക്. കല്യാണം കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു. ഇപ്പം ഭംഗി പോയി, അതുകൊണ്ട് കൊണ്ടുനടക്കാൻ നടക്കേടാന്ന് പറഞ്ഞ ആള്. ഈ കെട്ടിച്ചിട്ട് വന്നിക്കണ പെങ്ങളെ വിളിച്ചിട്ടാണ് ആൾ എല്ലാ കാര്യങ്ങളും പറയാം. മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശം. എന്താ വെച്ചാൽ മെൻ്റലിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇവരുടെ ലക്ഷ്യം എന്നെ കൊല്ലാന്നുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ മാനസിക രോഗി ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞവർക്ക് ഫയലും ക്ലോസ് ചെയ്യാം. എന്നെ എന്താ പറയുക, പട്ടിണി, അങ്ങനെ ഭക്ഷണം കഴിക്കാനില്ലാത്തൊരവസ്ഥ. നമസ്കാരം. കഴിഞ്ഞ 10-18 വർഷമായി ദൃശ്യമാധ്യമ മേഖലയിൽ നിരവധി വാർത്തകളും വിശേഷങ്ങളും ഞാൻ നിങ്ങളുമായി പങ്കുവച്ചിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു വാർത്ത ചെയ്യാനെത്തിയ ശേഷം ഏറെ വിഷമത്തോടെ വാർത്ത ചെയ്യേണ്ടി വരുന്നത്. നേരിൽ വന്ന് കണ്ട് മനസ്സിലാക്കിയപ്പോഴാണ് വളരെ ദുഃഖകരമായ ഒരമ്മയുടെ അവസ്ഥ മനസ്സിലാകുന്നത്. വളരെ സങ്കടം തോന്നിയാണ് ഇത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. കൂടുതൽ വിവരിക്കുന്നില്ല. ആ അമ്മ നേരിട്ട് കാര്യങ്ങൾ പറയും. ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് പറയാമോ? ഞാൻ തയ്ക്കുന്ന ഒരാളാണ്. ചെറുതിലെ തുടങ്ങി തയ്യൽ, അതാണ് എൻ്റെ ഉപജീവന മാർഗം. എൻ്റെ അമ്മ ചെറുതിലെ മരിച്ചതാണ്. അച്ഛൻ്റെ ബന്ധുവിൻ്റെ വീട്ടിലാണ് നിന്നിരുന്നത്. അപ്പം അവരുടെ ആ അച്ഛൻ്റെ ഇളയച്ഛൻ്റെ മോൻ്റെ ഭാര്യയുടെ ആങ്ങളെയാണ് എൻ്റെ ഹസ്ബൻഡ്. സ്ത്രീധനം അവിടെ 2 ലക്ഷം രൂപ സ്ത്രീധനം കിട്ടും. നമ്മുടെ ഇന്ന് 6 സെൻറ്റ് സ്ഥലം വീടാണ് നമുക്കുള്ളത്. അപ്പോൾ അതിലും കൂടുതൽ സ്ത്രീധനം കിട്ടുമെന്നും പറഞ്ഞിട്ടാണ് അവർ വെണ്ണൂരിൽ നിന്ന് കല്യാണം ഉറപ്പിച്ചത്. അങ്ങനെ നമ്മുടെ നിന്ന് വാങ്ങിച്ച പൈസയോ ഒന്നും തരാണ്ട് എന്നെ അപവാദം പറഞ്ഞുണ്ടാക്കി. അതാണ് എൻ്റെ ഏറ്റവും വലിയ വേദന. അപവാദം പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞിട്ട് ഈ പെങ്ങന്മാരും കല്യാണം മുടക്കാൻ വേണ്ടി പറഞ്ഞല്ലേ? എന്നുവെച്ചാൽ അപവാദം പറഞ്ഞുണ്ടാക്കി കഴിഞ്ഞിട്ട് ഇവർ വേറെ കല്യാണം നടത്തി. അപ്പോൾ ഇവർക്ക് ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഒരാളുമായിട്ട് കല്യാണം നടക്കരുത്, നിങ്ങളുടെ കല്യാണം നടക്കരുത്. ആ രീതിയിൽ പെങ്ങന്മാരാണ് അതിൻ്റെ മുന്നിൽ. എന്നിട്ട് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് വാങ്ങിച്ച പൈസയും ഇല്ല, നമുക്ക് കല്യാണം നടത്തണില്ല, ഒന്നുമില്ല. അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ നമ്മൾ ചാലക്കുടി, അന്നത്തെ CI ചാലക്കുടി ജോളി ചെറിയാൻ എന്ന് പറഞ്ഞ സാറാണ്. സാറിൻ്റെ അടുത്ത് പോയി ഞാൻ ഇങ്ങനെ ഒരു പരാതി പോലെ പറഞ്ഞു. സാർ ഇങ്ങനെ വേറൊരു ചേച്ചിയും കൂടിയിട്ട് പോയി. അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്തണില്ല. എന്താ വെച്ചാൽ സഹായിച്ചതാണ് അവർ. എന്നിട്ട് ആ ചേച്ചി ഞാനും കൂടെ ചെന്നിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് വിളിപ്പിച്ചു കഴിഞ്ഞിട്ട് ഇവരോട് പറഞ്ഞു നിശ്ചയിച്ച കല്യാണം മുടക്കണം, നടത്താൻ പറ്റില്ല എന്ന് പറഞ്ഞ് സാറ് പറഞ്ഞു. അപ്പോൾ ഇവർക്ക് രാഷ്ട്രീയക്കാർ ഇടപെട്ട് അത് കോംപ്രമൈസാക്കി കല്യാണം നടത്താം, സ്ത്രീധനം വേണം, 50,000 രൂപ സ്ത്രീധനം വേണമെന്ന് ആൾ നിർബന്ധം പറഞ്ഞു. അപ്പോൾ പിന്നെ രാഷ്ട്രീയക്കാർ ഇടപെട്ട കാരണം സാറിനൊന്നും ചെയ്യാൻ പറ്റില്ല. കൂടുതൽ പിന്നെ ആൾ സമ്മതിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് 3 വർഷം കഴിഞ്ഞിട്ടും 3 വർഷമായിട്ടും കല്യാണം നടത്തണില്ല. 2001 കല്യാണം നടത്തണില്ല. ഇവരെന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നിന്ന് മേടിച്ച പൈസയും തരില്ല, കല്യാണം നടത്തണില്ല. അത് കഴിഞ്ഞിട്ട് ഇവർ നിത്യേന വേറെ കല്യാണം ഉറപ്പിക്കൽ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ആയി കഴിഞ്ഞപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 98 ലാസ്റ്റ് മെയിലാന്ന് തോന്നുന്നു, ഞാൻ രേഖാമൂലം കൊരട്ടി സ്റ്റേഷനിൽ പരാതി കൊടുത്തു. കൊരട്ടി സ്റ്റേഷനിലും ചാലക്കുടി CIക്കൊക്കെ പരാതി കൊടുത്തു. പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് അന്ന് CI മുജാഹിർ എന്ന് പറഞ്ഞ സാറാണ്, പിന്നെ KS സുദർശി സാർ SI സാറാണ്. അപ്പോൾ അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് കൊരട്ടി സ്റ്റേഷനിൽ ഇരുന്നത് സുകുമാരൻ എന്ന് പറഞ്ഞൊരു സാറാണ്. സുകുമാരൻ എന്ന് പറഞ്ഞ നല്ലൊരു മനുഷ്യനാണ് സാറ്, നല്ലൊരു ഇതാണ്. അങ്ങനെ പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് സാറ് വിളിപ്പിച്ചു. അപ്പോൾ ആദ്യം അവരെന്നോട് പറഞ്ഞു എന്ത് അർത്ഥത്തിൽ അങ്ങനെ ഒരു രേഖയില്ലാണ്ട് പൈസ കൊടുത്തതെന്നൊക്കെ ചോദിച്ചു. എന്നിരുന്നാലും എൻ്റെ അവസ്ഥയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് പറഞ്ഞു പൈസ തിരിച്ച് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിനി ഈ കല്യാണം വേണ്ട, എനിക്ക് പൈസ മതി എന്ന് പറഞ്ഞു. ഞാൻ പണിയെടുത്ത പൈസ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ കയ്യിൽ പൈസ ഇല്ല. ഇവർ രാഷ്ട്രീയക്കാരായിട്ട് സാറിൻ്റെ അടുത്ത് സംസാരിക്കാനും ഒത്തുതീർപ്പിനൊക്കെ ശ്രമിച്ചു. അത് കഴിഞ്ഞ് ഇവരുടെ കയ്യിൽ പൈസ ഇല്ല. അപ്പോൾ സാറിൻ്റെ അടുത്ത് രജിസ്റ്റർ മാരേജ് നടത്താണ് ചെയ്തത്. 2001 സമ്മതിച്ചു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് താഴെ ഒരു അനീത്തിയുണ്ട്. അപവാദം കേട്ടാൽ എനിക്ക് എൻ്റെ അനീത്തിനാരും കൊണ്ടുപോകില്ല. അങ്ങനൊരവസ്ഥയും കൂടി ഉണ്ട് എനിക്ക്. എന്നിട്ട് 14/9/2001 രജിസ്റ്റർ മാരേജ് ചെയ്തത്.
സ്പെഷ്യൽ മാരേജ് ആക്ട് പ്രകാരം ചെയ്തത്. അതെ. അത് കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സ്ഥലം വിറ്റത്. സ്ഥലം വിറ്റ് ഇവർക്ക് 50,000 രൂപ കൊടുത്തതിന് ശേഷമാണ് എന്നെ വിളിച്ചിട്ട് വന്നത് വീട്ടിൽ നിന്ന്. അപ്പോഴേക്കും പെങ്ങന്മാർ നാട് മുഴുവൻ പറഞ്ഞു ഞാൻ പ്രഗ്നൻ്റാണ്, അങ്ങനെയൊക്കെ പറഞ്ഞ് ഇവരെന്നെ എത്രത്തോളം ഇതാക്കാൻ പറ്റുമോ അത്രത്തോളം മോശം ആക്കാൻ പറ്റും അതൊക്കെ എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രജിസ്റ്റർ മാരേജ് നടന്ന് 3 മാസം കഴിഞ്ഞിട്ടാണ് ഇവർ വിളിച്ചിട്ട് വന്നത്. വിളിച്ചിട്ട് വന്നു കഴിഞ്ഞിട്ട് ഇവർ വീട്ടിൽ കയറ്റിയില്ല, ഇവിടെ കയറ്റിയില്ല. എന്നിട്ട് പറഞ്ഞു എൻ്റെ സ്വഭാവം ശരിയല്ല, അതുകൊണ്ട് കയറ്റാൻ പറ്റില്ല എന്ന് ലോകം മുഴുവൻ ഇവർ പറഞ്ഞിട്ട് നടന്നത്. ആ ഒരു കണ്ണ് വെച്ച് തന്നെ എല്ലാവരും കണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് കാലത്ത് അലക്കാൻ പാടില്ല, കുളിക്കാൻ പാടില്ല, അതൊക്കെ ഇവർ നിശ്ചയിക്കുന്ന സമയത്ത് എനിക്ക് ചെയ്യാൻ പാടുള്ളൂ. ചേട്ടൻ്റെ ഭാര്യയുടെ അലക്ക് കഴിയാണ്ട് എനിക്ക് അലക്കാൻ പാടില്ല. അങ്ങനെ വീട്ടിലത്തെ എല്ലാ പണിയും ഞാൻ ചെയ്യണം. ഇവരുടെ എന്താ പറയുക, ഇവരുടെ ഇന്നറടക്കം ഞാൻ കഴുകി കൊടുക്കണം. അങ്ങനത്തെ ഒരവസ്ഥയായിരുന്നു. എന്തെങ്കിലും പരാതി ഭർത്താവിനോട് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളത് കേൾക്കാനും തയ്യാറല്ല. കെട്ടിച്ചിട്ട് വന്നിക്കണ പെങ്ങൾ പറയണത് കേട്ടിട്ടാണ് എന്നെ ഒരുപാട് ഉപദ്രവിക്കും. നിങ്ങളെ ശാരീരികമായി ഒരുപാട് തല്ലും, തലയിലൊക്കെ ഭയങ്കരമായിട്ടിട്ട് അടിക്കും. അങ്ങനെയായിരുന്നു. എന്നാലും നമുക്ക് ഉള്ള വീട് വിറ്റിട്ടാണ് ഇവർക്ക് സ്ത്രീധനം കൊടുത്തത്. നമുക്ക് പോകാനൊരിടമില്ല, അതുകൊണ്ട് സഹിച്ച് നിന്നതാണ് ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ തയ്ക്കണ പൈസയൊക്കെ ആൾ വാങ്ങിച്ചിട്ട് പോവും. എനിക്ക് ഒന്നിനും ഇടാനൊരു ഡ്രസ്സ് വരെ ഉണ്ടായില്ല. പിന്നീട് ഒരു 6 മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയണത് ആൾക്ക് വേറെ കണക്ഷനുകളുണ്ട്, അതുകൊണ്ടാണ് നമ്മളങ്ങനെ ഉപദ്രവിക്കണേന്ന്. അങ്ങനെ എന്തോ പറഞ്ഞാൽ നിങ്ങൾ ഉപദ്രവിച്ചിരുന്നത്? ആൾക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ചിലപ്പോൾ കറിയിൽ ഉപ്പ് കൂടി, അല്ലെങ്കിൽ എരിവ് കൂടി, ചിലപ്പോൾ മീൻകറിയൊക്കെ എടുത്ത് തലേ കൂടെ ഇടും ആൾക്ക് വീട്ടിൽ കയറി വരുന്നത് വെളുപ്പിന് 3 മണിക്കൊക്കെയാണ്. നമ്മളൊന്നും ചോദിക്കാൻ പാടില്ല, എവിടെ പോയിന്നോ എന്താണെന്നൊന്നും ചോദിക്കാൻ പാടില്ല. അതുപോലെ വീട്ടിൽ സാധനങ്ങളില്ലെങ്കിൽ പറയാൻ പാടില്ല. ആൾക്ക് തോന്നിയാൽ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ ആദ്യമൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. ഈ വീട്ടിൽ കയറിയതിന് ശേഷം പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ചാൽ പിന്നെ അച്ഛൻ വയ്യാണ്ട് കിടന്നപ്പോഴും എല്ലാവരും ഞാൻ തന്നെ ചെയ്തായിരുന്നത്. ഇവരാരും വരില്ലായിരുന്നു. പിന്നെ ഒരു പെങ്ങൾക്ക് ചിക്കൻ ബോക്സ് ആയിട്ട് വന്നിട്ട്, അളിയനും പെങ്ങൾക്കും ചിക്കൻ ബോക്സ് ആയിട്ട് വന്നിട്ട് അവരെവിടെ ആക്കിയിട്ട് ആൾ വാടകയ്ക്ക് പോയി. അങ്ങനെ എന്നെ എന്താ പറയുക, പട്ടിണി, അങ്ങനെ ഭക്ഷണം കഴിക്കാനില്ലാത്തൊരവസ്ഥ. പക്ഷെ നമുക്കിതൊന്നും ആരോടും പറയാൻ പറ്റില്ല. അത് കഴിഞ്ഞ് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പട്ടിണി സഹിക്കാൻ പാടില്ലാണ്ടാണ് ഞാൻ തയ്ക്കാൻ വീണ്ടും തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു പുറത്തേക്ക് പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതിനേലും അധികമായിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കൂട്ടുകാരിയുണ്ട്, കോട്ടയിലുള്ളതാണ്. അപ്പോൾ അവൾക്കുടെ അടുത്ത് എൻ്റെ രണ്ടാനമ്മ അവരുടെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു, ഏത് നിമിഷവും എൻ്റെ വിശേഷങ്ങൾ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അവർ കൊല്ലാൻ ശ്രമിക്കേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അതിക്ക് മുന്നേ തന്നെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് പറയാറുണ്ട്. ഈ കെട്ടിച്ചിട്ട് വന്നിക്കണ പെങ്ങളെ വിളിച്ചിട്ടാണ് ആളെല്ലാ കാര്യങ്ങളും പറയാം. എന്നിട്ട് അവർ എന്താ വെച്ചാൽ ബലമായിട്ട് ഒരു ദിവസം രാത്രി എൻ്റെ കയ്യിൽ വാക്കത്തി എടുത്ത് തന്നു. പിടിക്കടി എന്ന് പറഞ്ഞിട്ട് എന്നെ തല്ലിയ ആൾ വാക്കത്തി എടുത്ത് തന്നു കഴിഞ്ഞിട്ട് ഞാനിത് ഇങ്ങനെ പിടിച്ചേക്കണ നേരത്ത് പെങ്ങളെ വിളിച്ച് വരുത്തിയേക്കാം. രാത്രി പെങ്ങളെ വിളിച്ച് വരുത്തി കഴിഞ്ഞിട്ട് ഇവള് വന്നപ്പോൾ ഞാൻ വാക്കത്തി എടുത്ത് പിടിച്ചേക്കാം. അപ്പോൾ പറയണം അവൾക്ക് മുഴുവൻ പ്രാന്താണ്, അവൾ എന്നെ വെട്ടാൻ വന്നു. അങ്ങനെ വന്നിട്ട് എല്ലായിടത്തും ഈ പെങ്ങൾ നേരം വിളിക്കുമ്പോൾ എല്ലാ അയലക്കങ്ങളിലും നടന്ന് പറയും. നമ്മൾ മനസ്സിൽ പോലും ചിന്തിക്കാത്ത കാര്യമാണ് ഈ പെങ്ങന്മാർ പറയണത്. പിന്നെ ഞാനത് തിരുത്താനും പോയിട്ടില്ല ഇതുവരെ. ഒരാളോട് ഞാൻ ഒരു കാര്യത്തിനും പോയിട്ടില്ല. അങ്ങനെ ഞാൻ വന്നിട്ട് സഖി കുടുംബ സ്റ്റേഷനിൽ പരാതി കൊടുക്കും. അന്നിരുന്ന സാറുമാരൊക്കെ നല്ല രീതിയിൽ വിളിച്ച് സംസാരിച്ച് വിടും. ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ടല്ലാണ്ട് പിന്നീട് എന്താണെന്ന് വെച്ചാൽ ഈ വീടിന് അനുവദിച്ച് കിട്ടി. അപ്പം ഞാൻ തയ്ക്കാൻ, ഈ വീട് വളരെ മോശം വീട്, അപ്പുറത്ത് കിടക്കുന്ന വീട് വളരെ മോശമാണ്. അപ്പോൾ ഇടിഞ്ഞത് അത് പൊളിച്ചിട്ടാണ് നമ്മളിത് പണിതേക്കണേ. എന്നിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നും ഗ്രാമസഭയിൽ മീറ്റിങ്ങിന് ഞാൻ പോവും, ഗ്രാമസഭയിൽ അപേക്ഷ വയ്ക്കും, ഒക്കെ ചെയ്യും. പക്ഷെ നമുക്ക് മാത്രം തരില്ല. അതെന്താണെന്ന് എനിക്കറിയില്ല. കാടുറ്റി പഞ്ചായത്തിൽ മെമ്പർമാർ വന്നതിൽ ഞങ്ങൾക്ക് തരാൻ അർഹതയില്ല എന്നാണ് പറയണത്. എന്താ അതിൻ്റെ മാനദണ്ഡം എനിക്കറിയില്ല. അത് കഴിഞ്ഞ് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ട് ഞാൻ കൊരട്ടി ദേവമാതയിൽ പോയി സുരേഷ് ഡോക്ടറെ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇവിടെയൊക്കെ ആകെ പൊട്ടിയൊക്കെ ഇരുന്നറിഞ്ഞേ. അത് കഴിഞ്ഞ് 2010 വിഷുവിൻ്റെ തലേദിവസം ഏപ്രിൽ 13 അപ്പം ഞാൻ എന്താണെന്ന് വെച്ചാൽ ഞാൻ അപ്പം അന്ന് ലാൽകുമാർ സാറാണ് കൊരട്ടിയിലിരിക്കണേ. അപ്പം സാറിൻ്റെ അടുത്ത് പരാതിയായിട്ട് ഞാൻ ചെന്നിട്ടുണ്ട്.
അപ്പോൾ സാറ് പറഞ്ഞു ഇത് സാറ് സംസാരിച്ചിട്ട് ഈ രാഷ്ട്രീയക്കാർ ഇടപെടുമ്പോൾ ഒത്തുതീർപ്പിനാണ് നോക്കണേ, അതുകൊണ്ട് എന്നോട് വനിതാ കമ്മീഷനിൽ പൊക്കോളാൻ പറഞ്ഞു. വനിതാ കമ്മീഷനിൽ ഞാൻ പോയി. അവിടെ ചെന്ന് 1 മാസം ഞാൻ താമസിച്ചിട്ടുണ്ട്. എനിക്ക് ഇവിടേക്ക് വരാൻ താല്പര്യമില്ല, എനിക്ക് ഏതെങ്കിലും ഓർഫണേജിലാക്കി തരാൻ അന്നത്തെ ചെയർപേഴ്സൺ ശ്രീദേവി മാഡം ആയിരുന്നു. ആൾ മരിച്ചപ്പോൾ ശ്രീദേവി മാഡത്തിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എന്നെ ഏതെങ്കിലും ഓർഫണേജിലാക്കിയാൽ മതി എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ പുറത്തേക്ക് ഇറങ്ങണതോ ഒരാളോട് സംസാരിക്കുന്നത് പെങ്ങന്മാർക്ക് ഇഷ്ടമല്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് സംസാരിക്കുമ്പോൾ ഇവിടെ നടക്കണ സത്യം എന്താണെന്ന് ഞാൻ പറയുമല്ലോ. ഇവർ പറഞ്ഞ നുണകൾ അല്ല ഞാൻ അനുഭവിക്കണേന്നുള്ളത് പറയും. അതുകൊണ്ട് എന്നെ പുറത്തേക്ക് ഇറക്കാണ്ടിരുന്നത്. അങ്ങനെ ഞാൻ ബലമായിട്ട് തന്നെയാണ് ഞാൻ തയ്ക്കാൻ ഇറങ്ങി തുടങ്ങിയപ്പോൾ എന്നെ പറയാത്ത അപവാദങ്ങളൊന്നുമില്ല. അപ്പോൾ എനിക്ക് ലോണുകൾ അടയ്ക്കാനുണ്ട്. ഞാൻ ചെറിയ വീട് അപ്പോഴേക്കും വീടിന് കിട്ടി. അങ്ങനെ ഇസാഫ്, മുത്തൂറ്റ്, എക്കോമാർക്ക്, പിന്നെ ഇവിടെ ഭാരതി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ നിന്ന് പലിശയ്ക്ക് കാശ് എടുത്തിട്ടുണ്ട്. അതെൻ്റെ ഹസ്ബൻഡ് മേടിച്ചിട്ട് വന്നേണ്ടാണ്. പിന്നെ ചൗക്കയിൽ മൾട്ടി സൊസൈറ്റി അവിടെ നിന്ന് ലോൺ എടുത്ത് നിങ്ങൾ ഈ വീട് വെക്കാൻ തുടങ്ങി. വീട് വെച്ചത് ഹസ്ബൻഡ് ഇതിനകത്തൊന്നും ഒന്നും ചെയ്തിട്ടില്ല ആള്. എന്താന്ന് വെച്ചാൽ ഹസ്ബൻഡിന്റെ പേരിരിക്കുന്ന സ്ഥലമല്ല. അതെ, വീട് എനിക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാ. സുതാര്യ കേരളത്തിൽ വച്ചിട്ട് എൻ്റെ കാലിന് ഓപ്പറേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാലിന് കറണ്ട് പിടിച്ചതാണ്. കാലുമേ 2 സ്റ്റീൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കുറേ നാളത്തേക്ക് ജോലിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. കറണ്ട് അടിച്ചത് മരം കെട്ടിയണ കട്ടർമേന്നാണ് അടിച്ചത്. അതുമേന്ന് ഭർത്താവിന് മരപ്പണിയാണ്. മരപ്പണിയാണ്. എന്നിട്ട് മരം കട്ട് ചെയ്യണ കട്ടർമേന്നാണ് കറണ്ട് അടിച്ചത്. അല്ലല്ല, ഹസ്ബൻഡ് മരം കട്ട് ചെയ്യണ കട്ടറാണ്. അത് ഞാനൊരു 4-5 പ്രാവശ്യം ഞാനിത് ഫ്ലഗിൽ നിന്ന് ഊരിയിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ കുളിക്കാൻ പോയി വന്നു കഴിഞ്ഞപ്പോൾ വീണ്ടും കുത്തിയിട്ടേക്കണ്. അപ്പോൾ കുത്തിയിട്ടിട്ട് സ്വിച്ച് ഓണാക്കി കിടക്കാറുന്നു. അപ്പം ഞാനിത് കയറി ചവിട്ടി. ഞാനിത് വയറ് വിട്ടായിരുന്നോന്ന് എനിക്കറിയില്ല. ഞാൻ കയറി ചവിട്ടിയത് എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ തെറിച്ച് വീണു. അങ്ങനെ തെറിച്ച് വീണ് കഴിഞ്ഞിട്ട് എൻ്റെ കാല് വന്ന് മരത്തുമ്മ കുറേ മരങ്ങൾ കൂട്ടിയിട്ടുണ്ട്. അതുമ്പോൾ വന്ന് അടിച്ച് വീണ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒട്ടും നടക്കാൻ പറ്റണില്ല. എൻ്റെ കാലിൻ്റെ പാദം തിരിഞ്ഞ് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഹസ്ബൻഡ് അത് പിടിച്ചിങ്ങനെ ഇതാക്കി. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു കറണ്ട് പിടിച്ചതാണെന്ന് ആരോടും പറയരുതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു കറണ്ട് പിടിച്ചാൽ പറഞ്ഞാലെന്താ, കറണ്ട് പിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ കുഴപ്പമെന്ന് ചോദിച്ചു. അത് ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ എല്ലാവരോടും പറയും കറണ്ട് പിടിച്ചു എന്ന്, എനിക്ക് നുണ പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പിന്നെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളൊക്കെ ആളാണ് നോക്കിയത്. എൻ്റെ കൂട്ടുകാരികളോടടക്കം പറയുന്ന കാണാൻ ഭംഗിയില്ല, അതുകൊണ്ടാണ് കൊണ്ടു കിടക്കാത്തതെന്ന്. അത് കഴിഞ്ഞ് അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരി ചോദിച്ചു അപ്പോൾ കല്യാണം കഴിയുന്ന സമയത്തോ, കല്യാണം കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു, ഇപ്പോൾ ഭംഗി പോയി, അതുകൊണ്ട് കൊണ്ടു കിടക്കാൻ നടക്കാടാന്ന് പറഞ്ഞ ആൾ. അങ്ങനത്തെ ഒരവസ്ഥയുണ്ടായി. അത് കഴിഞ്ഞ് ഞാൻ ഹസ്ബൻഡിൻ്റെ പടിഞ്ഞാറ് വീട്ടിലെ സ്ത്രീ എന്ന് പറഞ്ഞിട്ട് കുടുംബശ്രീയിലെ പൈസയുടെ കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ തമ്മിൽ വഴക്ക്. ഞാൻ എൻ്റെ കുടുംബം പോയിട്ട് പോലും ഞാൻ അവളോടൊന്നിനും ഞാൻ ചെന്നിട്ടില്ല. എൻ്റെ ജീവിതം എൻ്റെ കുടുംബം പോയിട്ട് പോലും ഞാൻ അവളോട് ഒരു വഴക്കിനും ഞാൻ ചെന്നിട്ടില്ല. കാരണം നമ്മൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മുടെ വീട്ടിലുള്ളവരെ പറയുള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവള് ഞാൻ അടിച്ചു എന്നും പറഞ്ഞിട്ട് ഇവള് കൊരട്ടി, അതിക്ക് മുന്നേ കുടുംബശ്രീയുടെ പേരും പറഞ്ഞു ഇവള് കൊരട്ടി സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തു. ഇവളുടെ മോനും കൂടി ചെന്നിട്ട് ഞാൻ കുടുംബശ്രീയിൽ നിന്ന് കാശ് എടുത്തിട്ട് അടച്ചിട്ടില്ല, അതുകൊണ്ട് ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് എന്നെ സ്റ്റേഷനിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു, കൊരട്ടി സ്റ്റേഷനിലേക്ക്. ഇവളും വന്നിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പറഞ്ഞു എസ് ഐ സാറ് പറഞ്ഞു കുടുംബശ്രീയിൽ കാശ് എടുത്ത് അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഡിസംബർ 20-ാം തീയതി, അതായത് 2020 ഡിസംബർ 20-ാം തീയതി ഞാൻ കുടുംബശ്രീയിൽ ചെന്നിട്ട് പറഞ്ഞിട്ടുണ്ട് കുറേശ്ശെ അടയ്ക്കാമെന്ന്. എനിക്ക് കിട്ടാത്ത പൈസയൊന്നും കൂടി ചിന്തിക്കണം. ഞാൻ 1 വർഷം വരെ അടച്ചിട്ടുണ്ട്. പിന്നെ 20,000 രൂപ 2020 കടം മേടിച്ച് ഞാൻ അടച്ചിട്ടുണ്ട് കുടുംബശ്രീയിലെ പൈസ. അത് കഴിഞ്ഞ് പിന്നെ ഇവർക്ക് പെട്ടെന്ന് അടയ്ക്കണം എന്ന് പറഞ്ഞ് ഇവരെന്നെ അങ്ങനെ പ്രഷർ കയറ്റിക്കൊണ്ടിരിക്കും. മാനസികമായിട്ട് ഒരുപാട് പീഡനം എനിക്ക് ഈ കാടുവിറ്റി പഞ്ചായത്തിൽ നിന്ന് 13-ാം വാർഡിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കാരണം കുടുംബശ്രീയിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട്. മാനസിക പീഡനം ഒരുപാട് ഞാൻ സഹിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഈ സാറ് പറഞ്ഞു കുടുംബശ്രീയിൽ നിന്ന് കാശ് എടുത്ത് കഴിഞ്ഞാൽ അടയ്ക്കേണ്ടതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കുടുംബശ്രീയിൽ നിന്ന് കാശ് എടുത്ത് അടയ്ക്കണം സാറേ. അത് ഞാൻ 2020 ഞായറാഴ്ച 20-ാം തീയതി ഞായറാഴ്ച ചെന്നിട്ട് ഞാൻ പറഞ്ഞേക്കണതാണ് ഞാൻ കുറേശ്ശെ ഒരുമിച്ച് അടയ്ക്കാൻ പറ്റില്ല എന്ന്. പിന്നെ ഇവർ 1 മാസം തികയണേക്ക് മുമ്പ് 2021 ഡിസംബറിൽ 20-ാം തീയതി കഴിഞ്ഞിട്ട് പിന്നെ അതിൽ 11 ദിവസമുള്ളൂ. ഇവർ 2021 ജനുവരി 2-ാം തീയതി എനിക്കെതിരെ പരാതി കൊണ്ടുകൊടുത്തേക്കാണ് സ്റ്റേഷനിൽ. നമ്മൾ എന്ത് പരാതി കൊടുത്താലും കൊരട്ടി സ്റ്റേഷനിൽ നിന്ന് ഒരു നീതി ഇന്നേ വരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അതായത് ഈ അരുൺ സാർ ഇരിക്കണ സമയത്ത് കാലഘട്ടത്തിൽ, മുന്നത്തെ സാറന്മാരെ എല്ലാട്ടും ഞാൻ ഉദ്ദേശിക്കണേ. അതെ, അങ്ങനെ നീതി കിട്ടിയില്ല, അങ്ങനെ കാര്യങ്ങൾ പോയി. കുടുംബശ്രീയുടെ കാര്യമല്ല, ഹസ്ബൻഡ് പിന്നെ ഇവിടെ വന്നിട്ടില്ലേ?
ഹസ്ബൻഡ് ഉണ്ടായി കഴിഞ്ഞിട്ട് ഈ സ്ത്രീയുടെ ഫോൺ വിളി ഇതൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ആൾക്ക് ഡൈവോഴ്സിന് കൊടുക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കയറി ഇറങ്ങാത്ത സ്ഥലമില്ല. എന്നിട്ട് ഞാൻ മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്തു. വനിതാ കമ്മീഷനിൽ, മനുഷ്യാവകാശ കമ്മീഷനിലൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ഈ സ്ത്രീ കൊടുക്കണ പരാതിക്ക് വിളിച്ച് എന്നെ ഇതാക്കും. എന്നിട്ട് ഇവരെന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഞാൻ പറയുന്നതൊക്കെ നുണയാണെന്നും എനിക്ക് മെൻ്റലാണെന്നുള്ള വരുത്തിയത്. മുഖ്യമന്ത്രിക്ക് കൊടുത്ത പരാതിക്ക് കൊരട്ടി സ്റ്റേഷനിൽ നിന്ന് എനിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. അന്ന് ഞാൻ വിവരാവകാശം വെച്ച് എടുത്തു ഞാനത്. അതുകൊണ്ടാണ് എനിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞിട്ട് അന്വേഷണത്തിൽ തെളിഞ്ഞു എന്നാണ് എഴുതിയേക്കണേ. ഞാൻ ട്രീറ്റ്മെൻറ്റിൽ ഇരുന്നിട്ടുണ്ട്. അതായത് അവർ ഉദ്ദേശിക്കുന്നത് ട്രീറ്റ്മെൻറ്റിൽ ഇരുന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അന്ന് ജനറൽ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുപോയില്ലോ അന്നത്തെ വാർഡ് മെമ്പർ. അതാണ് അവർ ഉദ്ദേശിച്ചത്. കരുതി കൂട്ടി തന്നെയാണ് മാനസിക രോഗി ആക്കണം എന്നുള്ള സംസാരിക്കുന്ന ആൾക്ക് യാതൊരു മാനസിക രോഗവും ഇല്ല. നടന്നുപോയ കാര്യങ്ങൾ ഞാൻ തയ്ക്കേണ്ടതാണ്. ഇപ്പോഴും ഞാൻ അതുകൊണ്ടാണ് ഉപജീവന മാർഗം നടത്തുന്നത്. ഉള്ളിലുള്ള ആ ഒരു വേദന തുറന്നു പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഒന്നും മിണ്ടാതിരുന്നത്, കേട്ടുകൊണ്ടിരുന്നത്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ അരുൺ സാറ് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് കുടുംബശ്രീയുടെ പ്രശ്നം സ്റ്റേഷനിലല്ല നടത്തുക, തീരുമാനിക്കുക. അത് ആദ്യം കുടുംബശ്രീയിലെ സംഘം കൂടുമ്പോൾ അവിടെ പറയണം. അത് അവിടെ തീരുമാനമായില്ലെങ്കിൽ ADS കൊടുക്കുക, CDS കൊടുക്കുക. അവിടെയും തീരുമാനമായില്ലെങ്കിൽ ജില്ലാ മിഷനിലാണ് കൊടുക്കേണ്ടത്, അല്ലാണ്ട് കുറച്ച് സ്റ്റേഷനിലല്ല. എനിക്കൊന്നും പറയാനില്ല എന്ന് പറഞ്ഞു ഞാൻ. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ സാറ് ഞാൻ പറഞ്ഞു പൈസ എടുത്ത് അടയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അടയ്ക്കണം, ഇപ്പം എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞിട്ട് പോന്നു ഞാൻ. അതിനുശേഷം ഇവർ നിരന്തരം എന്നെ സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് പിങ്കു പോലീസ് എൻ്റെ വീട്ടിൽ കയറി ഇറങ്ങുക, ഞാൻ അയൽവക്കങ്ങളിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്നും പറഞ്ഞു. ഇവരെന്ത് പരാതി കൊടുത്തിട്ടാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഇന്നേ വരെ ഈ അയൽവക്കങ്ങളിൽ ഒരു വീട്ടിലും ഒരാവശ്യത്തിനും പോയിട്ടില്ല. എന്തെങ്കിലും കല്യാണങ്ങൾ അങ്ങനെ എന്തെങ്കിലും വിളിക്കുകയാണെങ്കിൽ എനിക്ക് പറ്റാത്ത വീടുകളിൽ ഞാൻ പോവുകയില്ല. അങ്ങനത്തെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഞാൻ. അത് പോയാൽ തന്നെ അപ്പം തന്നെ ആവശ്യം കഴിഞ്ഞ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വരും. എന്നിട്ട് ഞാൻ ഇവരുടെ വീട്ടിൽ വനിതാ കമ്മീഷനിൽ പരാതി കൊടുത്തപ്പോൾ ഇവിടെ ആരാണ് എന്താണെന്നൊന്നും ഞാൻ പറയണില്ല, ഒപ്പ് ശേഖരണം നടത്തി ഞാൻ ഭയങ്കരമായിട്ട് അയൽക്കങ്ങളിൽ ചെന്ന് പ്രശ്നം ഉണ്ടാക്കണം എന്നും പറഞ്ഞിട്ട് ഇതായി. ഞാൻ എൻ്റെ വീട്ടിലേക്ക് ഇവിടെ അപ്പുറത്ത് അവിടെ ഒരു വീട്ടുകാരുടെ വീട്ടിൽ നിന്ന് ചാണകം വെള്ളമൊക്കെ ഒഴുകി വന്നിട്ട് ഞാൻ പല പ്രാവശ്യം ജില്ലാ കളക്ടർക്ക് എന്നല്ല പഞ്ചായത്തിനും പല പ്രാവശ്യം ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ അവർ നമുക്ക് അന്വേഷണത്തിന് പോലും തയ്യാറായിട്ടില്ല ഈ വെള്ളം ഒഴുകി വരുന്നത്. അത് ഈ കഴിഞ്ഞ വർഷം 2024 ഏപ്രിലിൽ ദുഃഖവെള്ളിയുടെ അന്ന് ഇതുപോലെ തന്നെ ഇവർക്കടെ വീട്ടിലേക്ക്, പടിഞ്ഞാറ് വീട്ടിലേക്ക് മരം ചാഞ്ഞ് നിൽക്കുന്നുണ്ട്, മരത്തിൻ്റെ കൊമ്പുകൾ ഫ്രണ്ടിൽ നിൽക്കുന്നത്. അത് ഇവർ പഞ്ചായത്തിൽ പരാതി കൊടുത്തു. പരാതി കൊടുത്തു കഴിഞ്ഞിട്ട് അവരുടെ മോൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, ചേച്ചി എനിക്ക് ആ മരം ഒന്ന് വെട്ടി തരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് ഇപ്പോൾ വെട്ടാനുള്ള സാമ്പത്തികം ഇല്ല, നിങ്ങൾ വെട്ടണമെങ്കിൽ വെട്ടിക്കോ, എനിക്ക് വിരോധമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പ്രൊട്ടക്ഷൻ ഓർഡർ എടുത്തിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കോടതിയിൽ നിന്ന്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് എന്നെ ഉപദ്രവിച്ചിട്ട് എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടാനൊക്കെ നോക്കി. അത് ഹസ്ബൻഡും പെങ്ങന്മാരും എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടണം. ഇത് ഞാനായിട്ട് വെച്ച വീടാണ്. ഹസ്ബൻഡിന്റെ സ്ഥലത്ത് നിങ്ങളായിട്ട് വീട് വെച്ചു, പഞ്ചായത്തിൽ നിന്ന് കിട്ടിയിട്ട് വെച്ചേക്കണ്ടാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്ന കഴിഞ്ഞാൽ ഇവിടുന്ന് ഇറക്കി വിടാനായിട്ട് ശ്രമം നടത്തുന്നു. അതിനെതിരെ നിങ്ങൾ ഇഞ്ചക്ഷൻ ഓർഡർ മേടിച്ചിട്ടാണ് ഇവിടെ താമസിക്കുന്നത്. അത് ഭർത്താവ് നിങ്ങളുടെ കൂടെ ഇല്ല, ആള് പോയിട്ട് 6 വർഷമായി. യാതൊരുവിധ സഹായങ്ങളും ഇല്ല, സഹായം എന്നല്ല, കണ്ടാ മിണ്ടാറ് പോലും ഇല്ല. ഞാനും അത് ശ്രദ്ധിക്കാറില്ല. കേസ് കോടതിയിൽ ഇവർ എനിക്ക് മാനസിക രോഗമാണെന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് കേസ് തള്ളി എന്നാണ് പറയണേ. എനിക്കറിയില്ല അതെന്തായിന്ന്. ഇനിയിപ്പോൾ ഇതെങ്ങനെ മുന്നോട്ട് പോകാനാണ്? മുന്നോട്ട് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്താ പറയുക, എനിക്ക് നീതി കിട്ടണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആവശ്യം. ഞാൻ അതിന് മാത്രം അനുഭവിച്ചിട്ടുണ്ട്. ഈ അയൽവക്കക്കാരുടെ അടുത്തുനിന്നുമായിട്ടും വീട്ടുകാരുടെ അടുത്തുനിന്നായിട്ടും എനിക്ക് നീതി കിട്ടിയേ പറ്റുള്ളൂ. ഇനി എനിക്ക് നീതി കിട്ടണേലും വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഈ കാടൂറ്റി പഞ്ചായത്തിൽ ഇനിയും മെമ്പർമാർ മാറി വരും, പ്രസിഡൻറ്റുമാർ മാറി വരും. എനിക്കെതിരെ ഇനി മാനസിക രോഗിയാണെന്ന് പറഞ്ഞിട്ട് എനിക്കെതിരെ ഇനി ഒരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടാവരുത്. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, എന്നെപ്പോലെ ഒരുപാട് സ്ത്രീകൾ ഇതിനും വലിയ കഷ്ടത്തിൽ ഈ കാടൂറ്റി പഞ്ചായത്തിൽ ചെയ്യുന്നുണ്ട്. അവർക്കിത് ചെയ്യാനുള്ള ധൈര്യം ഇല്ലാത്തത് കൊണ്ടാണോ എന്തുകൊണ്ടാണെന്നറിയില്ല. അവർക്കായാലും ഇതൊരു ഇതായിട്ടിരിക്കണം. ഇനി ഇവർക്ക് എന്നെപ്പോലെ തന്നെ മറ്റുള്ളവർക്ക്. പിന്നെ വെച്ചാൽ എൻ്റെ വീടിൻ്റെ ഒരു പണിയും കഴിഞ്ഞിട്ടില്ല. ബാത്റൂം ബാക്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കണതാണ്. എനിക്ക് അന്നത്തെ വിയോ എനിക്ക് ബാത്റൂമിന് അനുവദിച്ചിട്ട് അത് വാർഡ് മെമ്പർ തരണില്ല. എൻ്റെ മെഷീനും സാധനങ്ങളൊക്കെ എൻ്റെ ഹസ്ബൻഡ് എടുത്തുകൊണ്ടുപോയി. എനിക്കത് തിരിച്ച് കിട്ടിയിട്ടില്ല. ഞാൻ ആനമലയിൽ കട നടത്തിയിട്ട് കോവിഡ് സമയത്ത് വാടക കൊടുത്തില്ല എന്നാണ് പറയണവർ. കോവിഡ് സമയത്ത് അടച്ചിട്ട് 16 മാസത്തെ വാടക ഞാൻ കൊടുക്കാനുള്ളൂ. എന്നിട്ട് ഇവരായ ഓണറെ കൊണ്ട് ഇങ്ങനെ ഉപദ്രവമുള്ളൊരു മനുഷ്യനല്ല ആ ചേട്ടൻ. പക്ഷേ ഇവർ ഈ രാഷ്ട്രീയ ലെവലിൽ ആ ചേട്ടനും ഇടതുപക്ഷത്തിൻ്റെ അനുഭാവിയാണ്. ഇവർ അങ്ങനെ ആ രീതിയിൽ ആ ചേട്ടനെ കൊണ്ട് ചെയ്യിച്ചതാണ്.
മെഷീനൊക്കെ എടുത്തുകൊണ്ടുപോയത്. അങ്ങനെ എനിക്കപ്പോൾ എൻ്റെ പവർ മെഷീനാണ്. മെഷീനുണ്ട്, എനിക്ക് മെഷീനുണ്ട്. എനിക്കിപ്പോൾ മെഷീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു ഐക്യവേദി എന്നാണ് തോന്നുന്നു അവരുടെ. അതായത് ഇവിടെ എനിക്ക് മെഷീൻ ഇല്ലാണ്ടിരുന്ന സമയത്ത് ഞാൻ അന്നമനയുടെ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ ഒരു ചേട്ടനെ കണ്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എന്നോട് സേവാഭാരതിയുടെ ഒരു ചേട്ടൻ്റെ നമ്പർ തന്നു. അപ്പോൾ ആളെ വിളിച്ചിട്ട് എപ്പോഴും ഫോൺ എടുക്കില്ല. അപ്പോൾ ആളുടെ അനിയൻ്റെ നമ്പറാണെന്നും പറഞ്ഞിട്ട് എനിക്കൊരു നമ്പർ തന്നു. അത് അഡ്വക്കേറ്റ് OD ബാലേന്ദ്രൻ സാറിൻ്റെ നമ്പറായിരുന്നു. അപ്പോൾ ഞാൻ സാറിനെ വിളിച്ച് സാറിനോട് പറഞ്ഞപ്പോൾ സാർ ഒരു ഹിന്ദു ഐക്യവേദിയുടെ ഒരു നമ്പർ തന്നു എനിക്ക്. തന്നിട്ട് എന്നോട് അതിൽ രജിസ്റ്റർ ചെയ്യി അവർ സഹായിക്കണതാന്ന് പറഞ്ഞു. അങ്ങനെ സഹായിച്ചിട്ട് കൊരട്ടിയിലുള്ള ഒരു അനിൽ എന്ന് പറഞ്ഞ സാർ വന്ന് അന്വേഷിച്ച് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഒരു ഡബിൾ മെഷീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഡബിൾ മെഷീൻ ലൈറ്റ് ഇല്ല, അതുകൊണ്ട് എനിക്കൊരു ഇത്തിരി പ്രശ്നമുണ്ട്. കാരണം എന്നെ ഒരുപാട് തലയിലും കണ്ണിലും തന്നെ എൻ്റെ ഹസ്ബൻഡ് അടിക്കുക. അത് ജോലിക്ക് പോകുന്നുണ്ട്. ആ മെഷീൻ കിട്ടി പ്രശ്നമായിട്ട് പോകുന്നുണ്ട്, ജോലിക്ക് പോയി മുന്നോട്ട് പോകണം. എനിക്ക് ജീവിക്കണമല്ലോ, ജീവിച്ചല്ലേ പറ്റുള്ളൂ എനിക്ക്. അത് കഴിഞ്ഞ് ഇവർ പോസ്റ്റിമേന്ന് കറണ്ട് കട്ട് ചെയ്തിട്ട് എന്ത് കാരണമാണെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല. എന്നിട്ട് ഞാൻ വാർഡ് മെമ്പറെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വാർഡ് മെമ്പർ എന്നോട് പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, മെമ്പർ എൻ്റെ വീട്ടിൽ കറണ്ട് ഇല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവർ എടുത്ത വഴിക്ക് എന്നോട് പറഞ്ഞത്, എനിക്ക് ഇലക്ട്രിസിറ്റിയിലല്ല ജോലി, കറണ്ടിൻ്റെ പണിയല്ല എനിക്ക്, നിങ്ങൾ ഇലക്ട്രിസിറ്റി പോയി പറയുന്നതാണ് പറഞ്ഞത്. അങ്ങനെ ഇലക്ട്രിസിറ്റിയിലൊരു സാറ് വിളിച്ചിട്ട് എൻ്റെ വീടിൻ്റെ അവസ്ഥ കണ്ടിട്ട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ചോദിക്കണ്, ഈ സാറും ഞാനും തമ്മിൽ എന്ത് കണക്ഷനാണെന്നാണ് ചോദിക്കണേ. 50,000 രൂപ തരാൻ ഡൈവോഴ്സ് ചെയ്യാനാണ് പറയണേ. എന്നോട് വാർഡ് മെമ്പർ ഇത് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് മെൻ്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുക എന്നുള്ളതാണ് ഇവർ ഉദ്ദേശം. എന്താ വെച്ചാൽ മെൻ്റലിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് ഇവരുടെ ലക്ഷ്യം എന്നെ കൊല്ലാന്നുള്ളതായിരുന്നു. അപ്പോൾ പിന്നെ മാനസിക രോഗി ആത്മഹത്യ ചെയ്തു എന്നും പറഞ്ഞവർക്ക് ഫയലും ക്ലോസ് ചെയ്യാം. അതായിരുന്നു ഇവരുടെ ലക്ഷ്യം എന്ന് ഇത്ര നാളത്തെ അനുഭവം കൊണ്ട് ഞാൻ മനസ്സിലാക്കണം. എനിക്ക് ജീവിക്കണം, എനിക്ക് ഒരാളെയും പേടിക്കാണ്ട് എനിക്ക് ജീവിക്കണം. എൻ്റെ വീട്ടിൽ എനിക്ക് സ്വസ്ഥമായിട്ട് പണിയെടുത്ത് എനിക്ക് ജീവിക്കണം. എനിക്ക് ആർക്കടെ ഒന്നും ഞാൻ നോക്കണില്ല. എനിക്ക് സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളത് എൻ്റെ വീടിന് മുഖ്യമന്ത്രി 2021 ലൈഫ് മിഷനിൽ പെടുത്തിയിട്ട് പണി തീർക്കാൻ പറഞ്ഞ് മുഖ്യമന്ത്രി ഓർഡർ ഇട്ടുണ്ടായിരുന്നു. അങ്ങനെ ജില്ലാ കളക്ടറുടെ അടുത്ത് നിന്ന് അതിൻ്റെ ഇതൊക്കെ രേഖകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ വാർഡ് മെമ്പർ എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുഖ്യമന്ത്രിക്ക് അവിടെ ഇരുന്ന് ഓർഡർ ഇടാം, എന്ത് വേണമെങ്കിലും ഓർഡർ ഇടാം, പക്ഷേ നിനക്ക് തരണോ വേണ്ടേന്നുള്ളത് പഞ്ചായത്താണ് തീരുമാനിക്കണേന്ന്. അപ്പം അപ്പം എനിക്ക് അതിനൊക്കെ എൻ്റെ വീടിൻ്റെ പണി എനിക്ക് പൂർത്തീകരിക്കണം. പിന്നെ എൻ്റെ സ്ത്രീധനമായിട്ട് കൊടുത്തേക്കണത് 6 സെൻറ്റ് സ്ഥലവും വീടും വിറ്റ കാശ് ഇവർ എടുത്തിട്ടുണ്ട്. എനിക്ക് 50,000 രൂപയല്ല എനിക്ക് വേണ്ടത്, എൻ്റെ 6 സെൻറ്റ് സ്ഥലവും വീടും എനിക്ക് കിട്ടണം. ഡൈവോഴ്സ് കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്, എനിക്കതിന് ഒരു വിരോധവും ഇല്ല. പക്ഷേ എനിക്ക് നഷ്ടപരിഹാരം കിട്ടണം. എനിക്കിപ്പോൾ ട്രീറ്റ്മെൻറ്റിന് എനിക്ക് പൈസ വേണം. കാരണം എനിക്ക് തലയിൽ ഞരമ്പൊക്കെ വേദന എടുത്തിട്ട് ഞാൻ ഡോക്ടറെ അടുത്ത് പോകാണ്ടിരിക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ പിന്നാലെ പോകാൻ എനിക്ക് പറ്റില്ല. അതുപോലെ കണ്ണിന് പ്രശ്നമുണ്ട്, കണ്ണിൽ തന്നെ അടിക്കുള്ളൂ. അപ്പോൾ അത് കാഴ്ചയ്ക്ക് ഇത്തിരി പ്രശ്നമുണ്ട്, കണ്ണട വെച്ചിട്ടാണ് ഞാൻ തയ്ക്കണത്. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു മരുന്ന് വാങ്ങിക്കണേ എനിക്ക് 1000 രൂപ വേണം. അപ്പോൾ തയ്ക്കിച്ചിട്ട് കടം വീട്ടണം എനിക്ക്. കടക്കാരെ കൊണ്ട് ബുദ്ധിമുട്ട്, ഞാൻ ആർക്ക് പൈസ കൊടുക്കാനുള്ള വെച്ചാൽ അവരെ കൊണ്ട് എന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുക, അങ്ങനത്തെയൊക്കെയാണ് ഹസ്ബൻഡും പെങ്ങന്മാരും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിനൊരു തീരുമാനം വേണം. കാരണം എനിക്കിനി ഈ പെങ്ങന്മാരെ എന്നെ അപവാദം പറയാനോ ഞാൻ അവരെ ഒന്നും പറയാൻ ഞാൻ ചെല്ലണില്ല. എനിക്ക് അതിനുള്ളൊരു ഇതും കൂടിയും ഇതുവഴി കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇവിടെയുള്ള 14 സെൻറ്റ് സ്ഥലവും ഇവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഈ വീടും പണി പൂർത്തീകരിക്കാത്ത വീടാണ്. നല്ലൊരു ബാത്റൂം പോലുമില്ല. അങ്ങനെ ഇവർ ഇത്ര നാളും തയ്യൽ ജോലി ചെയ്തുണ്ടാക്കിയ ഈ വീടും തട്ടിയെടുക്കാൻ ഇവരെ മാനസിക രോഗിയായി ചിത്രീകരിച്ച് കൊലപ്പെടുത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ് ഇത്രയും വർത്തമാനത്തിനുള്ളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ ഇടപെടേണ്ട അധികാരികൾ അടിയന്തരമായി ഇടപെട്ട് ഇവർക്ക് നീതി കൊടുക്കണം. മറ്റൊരാൾക്കും ഈ ഒരു ഗതി വരാതിരിക്കട്ടെ.